hello all. Welcome to another episode of Inside the Mind of a Therapist. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. സോ ബസ് കയറി ഇനി ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ വി റീച്ച് കൊടൈക്കനാലാണ് ഇപ്രാവശ്യം നമ്മൾ ട്രിപ്പ് പോകുന്നത്. സോ വി വാണ്ടഡ് ലൈക്ക് ആൻ ഓവറോൾ ഒരു സ്ലോ ലിവിങ്, ഒരു റിട്രീറ്റ് പോലെ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഒരു ട്രിപ്പ് കൊണ്ട്. നമ്മൾ ചെന്നിറങ്ങിയ ഉടനെ ടൗണിൽ നിന്ന് വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാബ് വിളിച്ചിട്ട് എന്തായാലും എയർബിഎൻബിയിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. സോ നമ്മൾ ഇവിടുന്ന് സപ്ലൈസ് എല്ലാം കൊടൈക്കനാൽ ടൗണിൽ നിന്ന് തന്നെ നമ്മളത് വാങ്ങിച്ചു ആൻഡ് വി സെറ്റ് ഔട്ട്. നമ്മളൊരു ക്യാബ് വിളിച്ചിട്ടാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. സോ വി വർ വെയിറ്റിംഗ് ഹിയർ അറ്റ് ദിസ് കഫേ. ഹിൽ ടോപ്പ് കഫേ എന്നാണ് ഇവിടുത്തെ കഫേയുടെ പേര്. ആൻഡ് നമ്മുടെ ക്യാബ് ഡ്രൈവർ വന്നു ആൻഡ് വി സെറ്റ് ഔട്ട് അവർ ജേർണി. നമ്മൾ റൂം എടുത്തിരിക്കുന്ന പെരുമാൾ മലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പോട്ടിലാണ്. നമ്മുടെ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഒരു 1.5 hours മാക്സിമം ഒരു ക്യാബ് ഡ്രൈവ് ഉണ്ടാവും. അത്രയില്ല, 1.5 പോലും ഇല്ല, 1 hourനുള്ളിൽ നമ്മളവിടെ എത്തും. അതിനിടയിൽ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാൻ നിന്നപ്പോൾ ഈ ഒരു സാധനം കണ്ടു. ആട്ടുകാൽ കിഴങ്ങ് എന്നാണ് അതിൻ്റെ പേര്. സൂപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അത്രൈറ്റിസ്കാർക്കെല്ലാം ഉപയോഗമാണെന്നാണ് പറയുന്നത്. സോ കുറേ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ ക്യാബിൽ എക്സൈറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ വ്യൂസ് കാണാം നമുക്ക്. ആൻഡ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഓവറോൾ. നമ്മളിപ്പോൾ പോയത് ജൂൺ മന്തിലാണ്. ക്ലൈമറ്റ് വാസ് ലൈക്ക് ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്കൊരു തണുപ്പുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ഇറ്റ് ഈസ് വിൻഡി ആൻഡ് ഒരു ഒരു മിതമായ തണുപ്പുള്ളൊരു ക്ലൈമറ്റായിരുന്നു നമ്മൾ അനുഭവിച്ചത്. ബട്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. കുടയുടെ ഒരു പീക്ക് തണുപ്പൊന്നുമില്ല, ബട്ട് വെരി നൈസ്, ഒരു സൂതിങ് ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് വൈസ് നമ്മൾ ഭയങ്കര ഹാപ്പിയായി. ആസ് സൂൺ ആസ് വി റീച്ച് ദ സ്പോട്ട്, നമ്മുടെ അവിടെ രാജാ അണ്ണ കാത്തുനിൽപ്പുണ്ടായി. നമ്മുടെ എയർബിഎൻബിയിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് പുള്ളിയാണ്. സോ നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നില്ല. പുള്ളി ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. താഴേക്ക് ഒരുപാട് ഡിസെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ പോവാൻ. തിരിച്ചു വരുന്നേരം അസെൻഡ് ആയിരുന്നു. സോ ബേസിക്കലി ഇത് 2 വാലി തമ്മിൽ കൂട്ടിമുട്ടുന്ന, ഒരു ഡൗൺ സൈഡ് കൂട്ടിമുട്ടുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളുള്ളത്. അപ്പം മല ഇറങ്ങി ഉള്ളൊരു സ്പോട്ടിലാണ് നമ്മുടെ ഇവിടെ എയർബിഎൻബി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ. ഇതിൻ്റെ ഓണർ ഇവിടെ മേലെ തന്നെയാണ് താമസിക്കുന്നത്. ഹി വാസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ. ഫാമിലിയുടെ ഒപ്പം തന്നെയാണ് പുള്ളിയും താമസിക്കുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ബി അവർ ഹോം ഫോർ 4 days. നമ്മൾ 4 ദിവസത്തേക്കാണ് നമ്മളത് എടുത്തേക്കുന്നത്. ആൻഡ് വാട്ട് വുഡ് ഐ സേ, ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. എനിക്ക് ട്രക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ കാര്യം പിടികിട്ടി, ഇത് നൈസായിരിക്കുമെന്ന്. അട്ടർ പ്രൈവസി ഗൈസ്, അട്ടർ പ്രൈവസി എന്ന് വേണമെങ്കിൽ പറയാം. ആരുമില്ല, ചുറ്റിനും നിങ്ങളും കാടും മാത്രം, കുറേ കിളികളും മാത്രം. ആൻഡ് സപ്ലൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഓൾറെഡി ഇവർ കിച്ചണിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നോട്ട് ദ ഫുഡ് സപ്ലൈസ് നമ്മൾ കൊണ്ടുവരണം. പക്ഷെ അല്ലാണ്ട് സ്റ്റേപ്പിൾ ഫുഡും കാര്യങ്ങളും സ്പൈസസും ബേസിക് സ്പൈസസ് എല്ലാം ഇവിടെ ഉണ്ട്. പാത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അവർ തന്നെ ഗ്രൗണ്ട് ചെയ്തുണ്ടാക്കുന്ന കോഫി, ഓ മൈ ഗോഡ്, അതിലാണ് നമ്മൾ സർവൈവ് ചെയ്തത്. അതൊരു ഹെവൻലി ഫീലിംഗ് ആയിരുന്നു. നമുക്ക് സാധാ കിട്ടുന്ന കോഫി പൗഡർ പോലെയല്ല. ദേ ഹാവ് ഇറ്റ് വെരി സ്ട്രോങ് സ്മെല്ലും കൂടിയാണ് അതിൻ്റെ. നമുക്ക് കോഫി ഇങ്ങനെ മനസ്സ് തണുപ്പിക്കുന്ന രീതിയിലാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ സപ്ലൈസ് എല്ലാം ഇവിടെ കുറച്ച് ആയിട്ടുണ്ട്. ലൈക്ക് പൊടികളും പിന്നെ ആവശ്യത്തിനുള്ള സ്പൈസസ്, പൗഡേഴ്സ് എല്ലാം ഉണ്ട്. ദെൻ വി ഓൾസോ ഹാവ് ലൈക്ക് ഗെയിംസും കാര്യങ്ങളെല്ലാം ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗെയിംസും ഇതൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ബട്ട് ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഒരുപാട് ആൻറ്റീക്ക് പീസസ് ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ജസ്റ്റ് ലവ് ദ ഫാക്ട് ദാറ്റ് ഇവിടെ 2 പേർക്കല്ല, നമ്മളിപ്പോൾ 2 പേരാണ് താമസിക്കുന്നത്. പക്ഷേ ഐ തിങ്ക് ഒരു 4 or 5 people ഓൾസോ വി ക്യാൻ സ്റ്റേ. ലുക്ക് അറ്റ് ദ ബാത്റൂം. ഐ കുഡ് ജസ്റ്റ് ലിവ് ഹിയർ ഐ ഗെസ്. അത്രയും എസ്തറ്റിക്കിൻ്റെ മെയിനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇവർ ഇതിനകത്ത്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഒരുപാട് വെളിച്ചം, ഒരുപാട് എയർ, ഒരുപാട് ഗ്രീനറി. ദാറ്റ്സ് ദി ഓൺലി തിങ് ഐ വാസ് ക്രേവിങ്. സോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട് മടുത്തിട്ട് ഒരു മൈൻഡ് ഒന്ന് റിലീവ് ആവാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടി നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കായില്ല. നമുക്ക് അവസാനം കിട്ടിയൊരു എയർബിഎൻബി ആണിത്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ്. ലുക്ക് അറ്റ് ദ റൂം ഗൈസ്. ഇതാണ് ബെഡ്റൂമിലേക്കുള്ള വഴി. ലൈക്ക് ഒരു സ്ട്രെയിറ്റ് ഒരു ഗ്രൗണ്ട് ലെവൽ വീട് പോലെയാണിത്. പക്ഷെ ഒരുപാട് സ്പേസും ഉണ്ട്. 2 പേർക്കും ഒരു 4-5 പേർക്കും മാക്സിമം താമസിക്കാവുന്ന അത്രയും സ്പേസും ഉണ്ട്. എക്സ്ട്രാ ബെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവരുടെ തന്നെ വീടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മേലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്ത് ഒരു ട്രീ ഹട്ട് പോലെ ഒരു സംഭവത്തിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. 2 പിള്ളേരും വൈഫും ഹസ്ബൻഡും ആണ് അവിടെ മേലെ ഉള്ളത്. അവരാണ് ഇതിൻ്റെ ഓണേഴ്സ്. ഐ തിങ്ക് ദേ വർ സ്റ്റേയിങ് ഹിയർ ബിഫോർ. ബട്ട് ലുക്ക് അറ്റ് ദി ആർട്ട് വർക്ക്സ് ആൻഡ് എവറിത്തിങ്. ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നുന്നില്ലായിരുന്നു. ബട്ട് യാ, എനിവേസ് വി വുഡ് ഡെഫിനറ്റ്ലി കം ബാക്ക് ഹിയർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അടുത്ത് തന്നെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് പോലും നടക്കാനില്ല, ഇങ്ങനൊരു റിവർ സ്ട്രീം ഒഴുകുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. ഇവിടെയാണ് മച്ച് ഓഫ് ദ ടൈം വി സ്പെൻഡ്. ബിക്കോസ് ഭയങ്കര പീസായിരുന്നു, ഭയങ്കര പീസ്ഫുൾ. ജസ്റ്റ് ചുമ്മാ അവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഇത് ടിപ്പു നമ്മളെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഫസ്റ്റ് ഡേ അവൻ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വന്നു. അവനല്ല, അവളാണ് വിസിറ്റ് ചെയ്യാൻ വന്നു. എന്നിട്ട് കുറച്ച് നേരം നമ്മുടെ ഒപ്പം സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന ബ്രെഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത്. ഇത് നമ്മുടെ കുക്കിംഗ് ജേർണി ആരംഭിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ബിക്കോസ് നമ്മൾ കുറേ ഫുഡ് വാങ്ങിച്ചിരുന്നു. ലൈക്ക് ബ്രെഡും ആണെങ്കിലും മാഗി കുറച്ച് വാങ്ങിച്ചിരുന്നു, പിന്നെ അരിയും പരിപ്പും ഒക്കെ വാങ്ങിച്ചിരുന്നു. സോ അത്യാവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ജസ്റ്റ് ചുമ്മാ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ അപ്പുറത്തെല്ലാം ഫാംസ് ഉണ്ട്. പക്ഷേ ഇവരുടെ തന്നെയാണ് ആ ഫാം. അവിടെ ഒരു കുതിരയെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഈ കുതിര ഇവർ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. അതിനെ കെട്ടിയിട്ടിട്ടുണ്ട്, പക്ഷേ ലൈക്ക് വെരി ലോങ് റോപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, തിന്നുകൊണ്ട് ഇങ്ങനെ നടന്നോളും. സോ ഇറ്റ് വാസ് ഫൺ ടു വാച്ച്. അത് നമ്മുടെ അടുത്തേക്കും വന്നിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞേരം നമ്മുടെ അടുത്തേക്കും വന്നു. പക്ഷേ അധികം ഹ്യൂമൻ ഇതായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല ഇതിന്. ദെൻ ദ നെക്സ്റ്റ് ഡേ വി വെൻ ഫോർ എ ഡിപ്പ് ഓൾസോ. ഇത് അടുത്ത് തന്നെ ഉള്ളൊരു വാട്ടർഫോൾ, ആ സ്ട്രീമിൻ്റെ അറ്റമാണത്. അപ്പോൾ അവിടെ ഒരു ഡിപ്പ് എടുത്ത് വന്ന് നല്ല ചോറും പരിപ്പ് കറിയും ഓംലേറ്റെല്ലാം ഉണ്ടാക്കി നല്ലോണം അങ്ങ് തട്ടി. വെരി ടയറിങ് ആയിരുന്നു. നമ്മൾ കുറച്ചൊന്ന് ട്രെക്ക് ചെയ്തിട്ട് വേണം ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാനായിട്ട്. അപ്പോൾ വാട്ടർഫോളിൽ ഒരു കുളിയെല്ലാം കഴിഞ്ഞപ്പം നല്ല വിശന്നു. ആൻഡ് നൈറ്റ് ടൈം ലുക്ക് ലൈക്ക് ദിസ്. നൈറ്റിൽ ഇവിടുത്തെ ഒരു വ്യൂ ഭയങ്കര രസമാണ്. ലൈക്ക് ചുമ്മാ ഡിം ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ട്, പുറത്തുള്ളത് അധികം കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ലൈറ്റ്സ് ഡിമ്മാക്കിയതാണ്. കാരണം വി കുഡ് സീ ഫയർ ഫ്ലൈസ്. ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോഴും സ്റ്റാറി നൈറ്റ് ആയിരുന്നു. ഒരുപാട് സ്റ്റാർസ് ഉണ്ടായിരുന്നു ആകാശത്ത്. നല്ല നിലാവുള്ള ദിവസം കൂടി ആയിരുന്നു. പിന്നെ പുറത്ത് ഒരുപാട് ഫയർ ഫ്ലൈസിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റി. വിച്ച് ഐ ജെന്യുവൻലി ഫെൽ സോ ഹാപ്പി. കാരണം നമ്മുടെ ബാംഗ്ലൂർ തിരക്കിന്ന് ഈ ഒരു സ്പോട്ടിലേക്ക് വന്നത്, ദിസ് വാസ് ദ മെയിൻ പേർപ്പസ്. അപ്പോൾ അങ്ങനെ കുറേ ഒബ്സർവേഷൻസും കാര്യങ്ങളും കഴിഞ്ഞ് ഡിന്നറെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 2 days ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ബേസിക്കലി ഭയങ്കര ഒരു ലൈക്ക് വി ജസ്റ്റ് അൺവൈൻഡ് ഹിയർ. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ലൈക്ക് ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനില്ല. കാറിൻ്റെ ഹോണുകളില്ല, ട്രാഫിക്കിൻ്റെ സൗണ്ടുകളില്ല. ദർ ആർ നോ പീപ്പിൾ. ലൈക്ക് നമ്മുടെ ശബ്ദം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് കിളികളുടെ ഒരു മേളമായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൗണ്ട്സ് യു കുഡ് ഹിയർ ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ്. പിന്നെ ഒരുപാട് പീകോക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ്. ഡിന്നർ നമ്മൾ മാഗിയിൽ ഒതുക്കി. ബിക്കോസ് അത്ര വിശപ്പുണ്ടായിരുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സ്നാക്സും വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക്. നെക്സ്റ്റ് ഡേ നോക്കിയപ്പോൾ ഉണ്ട് ടിപ്പു നമുക്കൊരാളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ആദ്യത്തെ ദിവസം ആശാൻ വന്നിട്ട് നോക്കി. നെക്സ്റ്റ് ഡേ ഇതാ നമുക്ക് നോക്കുന്നേരം കുട്ടിയാണെന്ന് തോന്നുന്നു. ബിക്കോസ് വെരി സ്മോൾ.
അപ്പോൾ അതിന് ഞാൻ അപ്പു എന്ന് പേരിട്ടു. അപ്പോൾ അപ്പുവും ടിപ്പുവും നെക്സ്റ്റ് ഡേ വന്നു ആൻഡ് വി വെർ സോ ഹാപ്പി ബിക്കോസ് അവർ നമ്മുടെ ഒപ്പം തന്നെ ആയിരുന്നു. ഇവിടുന്ന് ഫുഡ് കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ വന്നതാണ്. പക്ഷെ രണ്ടാളും അവിടെ തന്നെ ചുറ്റിപ്പറ്റി നമ്മളെവിടെ പോയാലും നമ്മുടെ പിറകെ വരും, അങ്ങനെയായിരുന്നു. സോ ടിപ്പുവിനും അപ്പുവിനെയും നമ്മൾ ഈ ജേണിയിലേക്ക് അങ്ങ് കൂട്ടി. ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് കുറച്ച് നേരം പിന്നെയും നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നിരുന്നു. ഇറ്റ് വാസ് സോ ഹെവൻലി. ചുമ്മാ അവിടെ ഇങ്ങനെ ഈ ഒരു നേച്ചർ സൗണ്ടും ഈ വെള്ളത്തിൻ്റെ ശബ്ദവും ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, ജസ്റ്റ് ഒബ്സർവിങ്, ജസ്റ്റ് ലിവിങ് ദെയർ. ദ നെക്സ്റ്റ് ഡേ വി തോട്ട് ലൈക്ക് ചുമ്മാ കുറച്ച് പെയിൻറ്റിങ്ങും കുറച്ച് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാമെന്ന് വിചാരിച്ചു. ദിസ് വാസ് ആക്ച്വലി ജംഗ, ബട്ട് നമ്മളിത് കുറച്ച് വീട് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അഗെയിൻ ദ നെക്സ്റ്റ് ഡേ വി ഹാഡ്, ഇവിടെ ഉണ്ടായിരുന്ന അരിയാണ് കേട്ടോ ഇത്. നമ്മൾ വിചാരിച്ചു നമ്മൾ കൊടുന്ന അരി കുറച്ചൊരു മറ്റേ വൈറ്റ് റൈസ് പോലെയായിരുന്നു. ഇത് കുറച്ച് റെഡ് റൈസാണ്. അതുണ്ടാക്കി, മുട്ടക്കറിയും എല്ലാം ഉണ്ടാക്കി. പിന്നെ ഇവിടെ മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൈലാഞ്ചി ചെടി ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാനൊന്ന് ഇട്ട് നോക്കി. നോക്കുന്നേരം ആണ്, പക്ഷേ കുറേ നേരം ഒന്നും വെച്ചില്ല. ക്യാമ്പ് ഫയർ ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു, പക്ഷെ നമുക്കത് അത്ര ഉണ്ടാക്കാൻ പറ്റിയില്ല ബിക്കോസ് നമ്മൾ കൊടുക്കുന്നത് ക്യാംഫറായിരുന്നു. ക്യാംഫർ വെച്ചിട്ടാണ് കത്തിച്ചത്. പക്ഷെ വുഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു കഴിഞ്ഞ 2 ദിവസം. വെരി ലൈറ്റ്, പക്ഷെ നൈറ്റ് ടൈമിലാണ് പെയ്തത്. അപ്പോൾ അവിടുത്തെ വുഡ് അവർ എടുത്തു വെച്ചിരുന്ന വുഡെല്ലാം. സോ മൊത്തത്തിൽ ഈ 2 days നമ്മളൊന്ന് അൺവൈൻഡ് ചെയ്തിട്ട്, നോട്ട് 2 days, സോറി 4 days ആൻഡ് 3 nights ആണ് നമ്മളെടുത്തത്. വി വെർ ജസ്റ്റ് കൺസിഡറിങ് ദാറ്റ് ഇതൊരു നമ്മുടെ വീടായിട്ട് നമ്മൾ മാറ്റിയായിരുന്നു. സോ വി വെർ സോർട്ട് ഓഫ് ലിവിങ് ഹിയർ ബേസിക്കലി. അങ്ങനെ മിസ്സിങ് എല്ലാം ആയിട്ട് തിരിച്ചു പോവുകയാണ്. ക്യാബുകാരൻ വന്നിട്ടുണ്ടായി. ദ ട്രെക്ക് അപ്വേർഡ്സ് വാസ് വെരി മച്ച് ടഫ്, പക്ഷെ നമ്മളെങ്ങനെയോ സർവൈവ് ചെയ്ത് എത്തി. ആദ്യം പോയത് നമ്മൾ തിന്നാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹിൽ ടോപ്പിൻ്റെ അവിടെ തന്നെ അവരുടെ തന്നെ ദക്ഷിൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് നമ്മളൊരു മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇവരുടെ ഈ ദക്ഷിൺ റെസ്റ്റോറൻറ്റിൽ മീൽസ് ഉണ്ടെന്ന് കണ്ടപ്പോൾ we thought we would try that out and we were not disappointed. ഈ മീൻകറി, ഓ മൈ ഗോഡ്, ഞാൻ വേറെ എവിടെയും ഈ മീൻകറി കഴിച്ചിട്ടില്ല. അത് മട്ടനാണ് അവൻ ഓർഡർ ചെയ്തത്, ഞാൻ ഓർഡർ ചെയ്തത് ഈ മീൻകറി. നമ്മുടെ തീയലെല്ലാം ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റിൽ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ചുമ്മാ നമ്മൾ വിചാരിച്ചു കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ട്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന്. നമ്മുടെ ബാഗ്സ് എല്ലാം നമ്മുടെ ട്രാവൽ ഓഫീസിൽ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ കോക്കേഴ്സ് പാത്വേയിൽ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് അവിടെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് പതുക്കെ സ്ഥലങ്ങളെല്ലാം നോക്കി കണ്ടു വന്നു. നൈസായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടേ, അധികം വെയിലും അധികം മഴയും ഒന്നുമില്ലാത്ത ഒരു സൂതിങ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇറ്റ് വാസ് വെരി നൈസ് ടു വാക്ക്. ജസ്റ്റ് ദാറ്റ് നമ്മൾ ഒരുപാട് ട്രെക്ക് ചെയ്ത് വന്നുകൊണ്ട് ഓൾറെഡി നമ്മൾ ടയേർഡായിരുന്നു. സോ വി ജസ്റ്റ് വാണ്ടഡ് ടു എക്സ്പ്ലോർ ലൈക്ക് ചുമ്മാ ജസ്റ്റ് ആ ഒരു ക്ലൈമറ്റിൽ നടക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ബ്രയൻ പാർക്കിൽ എത്തിയതും നമ്മളിങ്ങനെ ഫ്ലാറ്റായി അവിടെ കുറച്ച് നേരം ഒരു ഷെയ്ഡിൽ നമ്മളിങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ബിക്കോസ് വി വർ റിയലി ടയേർഡ്. പിന്നെ നമുക്ക് ടൈം എന്ന് പറയുന്നത് 7 o'clock ആയിരുന്നു ബസ് ടൈം. അപ്പോൾ ഒരു ഈവനിങ് ആയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഒരു 4-5 സംതിങ്ങിലാണ്, ഈ ഒരു ടൈമിലാണ് നമ്മൾ ബ്രയൻസിലെല്ലാം എത്തിയത്. അവിടെ ഒരു 1.25 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ഫ്ലവേഴ്സ് എല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ അതിനേക്കാളും കുറവായിരുന്നു. ബട്ട് ഐ തിങ്ക് അത് സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം, മേ ബി സമ്മർ അല്ലെങ്കിൽ സ്പ്രിങ് സീസണിൽ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരിക്കാം. ബട്ട് ഇതായിരുന്നു അവിടുത്തെ ഒരു കാഴ്ചകൾ. എന്നാലും ഉണ്ടായിരുന്നു അത്യാവശ്യം പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ട്, കുറച്ച് വെറൈറ്റി പൂക്കളെല്ലാം കണ്ടിട്ട് അതെല്ലാം ആസ്വദിച്ച് നമ്മൾ പതുക്കെ
ഹിൽ ടോപ്പ് കഫേയിൽ ഒരു ഒരു ക്രീം ബൺ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുപോയായിരുന്നു. ആൻഡ് അതിൻ്റെ ടേസ്റ്റ് അത് എവിടെയും കിട്ടിയിട്ടില്ല ഇതുവരെ. സോ അത് കിട്ടാനായിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് തീർന്നു പോയ ദുഃഖത്തിൽ നമ്മൾ തിരിച്ച് വണ്ടി കയറി ബാംഗ്ലൂരിലേക്ക്. നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി വി ഗോണ ബൈ ദാറ്റ് ക്രീം ബൺ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എയർബിഎൻബിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്.